മനുഷ്യരെ, മാനവരാശിയെ അന്ധകാരങ്ങളിൽ നിന്നോ പ്രകാശത്തിലേക്ക് അനയിക്കാൻ ഖുർആൻ നമുക്ക് വെളിച്ചമാണ്. ജീവിതത്തിലുള്ള ഇരുടുകളിൽ നമുക്ക് പ്രകാശം കാണിച്ചു തരികയാണ്. നമ്മുടെ ജീവിതത്തിന്റെ വസന്തമാണ് ഖുർആൻ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ. അല്ലാഹുവേ, ഖുർആനിനെ ഞങ്ങളുടെ മനസ്സിന്റെ വസന്തമാക്കി തീർക്കണം. ഖുർആൻ പെയ്യുന്ന, ഖുർആൻ വർഷിക്കുന്ന മനസ്സിന്റെ ഉടമകളായി തീരുക. അല്ലാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ജീവിതത്തിലെ വെളിച്ചമാണ്. കാര്യങ്ങളെ വേർതിരിച്ചു മനസ്സിലാക്കാൻ, ഉൾക്കാഴ്ചയോടുകൂടി കാര്യങ്ങളെ തിരിച്ചറിയാൻ, ജീവിതത്തിന്റെ ദിശാബോധം നിർണയിക്കാൻ, ജീവിതത്തിന് വഴി കാണിക്കാൻ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന നൂറ അബ്സാരിനാ. അല്ലാഹുവേ, ഖുർആനിനെ ഞങ്ങളുടെ കാഴ്ചയുടെ, ഞങ്ങളുടെ ദൃഷ്ടിയുടെ വെളിച്ചമാക്കി തീർക്കണം. ഖുർആനിന്റെ വെളിച്ചത്തിൽ കാര്യങ്ങളെ നോക്കിക്കാണുന്നവരായി ഞങ്ങളെ മാറ്റണം. ഖുർആനിന്റെ വെളിച്ചത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കുന്നവരായി ഞങ്ങളെ മാറ്റണം. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണം. ഖുർആനിന്റെ അടിത്തറകളിൽ കെട്ടിപ്പടുക്കപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളാക്കി ഞങ്ങളെ മാറ്റണം. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ജലഅ ഹുമൂമിനാ. അല്ലാഹുവേ, ഖുർആനിനെ ഞങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളുടെയും, ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളുടെയും പരിഹാരമാർഗമാക്കി തീർക്കണം. ആ അർത്ഥത്തിൽ ഖുർആനിനോടുള്ള ബന്ധം, ഖുർആനിനോടുള്ള ആത്മാർത്ഥമായ ബന്ധം, അത് വായിക്കുക, അത് പഠിക്കുക. അതോടൊപ്പം തന്നെ ഈ ഖുർആനിനെ, പടച്ച തമ്പുരാൻ ഈ ഖുർആനിനെ നൽകിയിട്ടുള്ള ആ ഖുർആനിന്റെ അവകാശികൾക്ക് അല്ലാഹുവിന്റെ ഖുർആനിനെ എത്തിച്ചു കൊടുക്കുക. ഖുർആനിന്റെ അവകാശികൾ മുഴുവൻ മനുഷ്യരുമാണ്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രം അവതരിപ്പിക്കപ്പെട്ടതല്ല ആ ഖുർആൻ. ഖുർആൻ മുഴുവൻ മനുഷ്യർക്കും ഹുദയാണ്. ഹുദൽ ലിന്നാസ്, മാനവരാശിക്ക് സന്മാർഗമാണ്. ഇത് ഈ ഖുർആനാകുന്ന അനുഗ്രഹത്തെ തിരിച്ചറിയലാണ്. ആ ദൗത്യം നമ്മൾ നിർവഹിക്കുന്നില്ല എങ്കിൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നാം വലിയ കുറ്റവാളികളാണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലഈനൂൻ. വേദഗ്രന്ഥം അവതരിപ്പിച്ചു നൽകിയിട്ട് അതിനെ മറച്ചുവെക്കുന്ന ആളുകൾ, പടച്ച തമ്പുരാന്റെ ഹുദയെ മറച്ചുവെക്കുന്നവർ, ഉലൈക യൽഅനുഹുമുല്ലാഹ്, അക്കൂട്ടരെ അല്ലാഹു ശപിക്കുന്നു. വയൽഅനുഹുമുൽ ലഈനൂൻ, ശപിക്കുന്നവരൊക്കെയും അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിന്റെ വെളിച്ചം മാനവരാശിക്ക് ലഭിക്കണം. ഖുർആനിന്റെ ഹിദായത്ത് മാനവരാശിക്ക് നിഷേധിക്കപ്പെട്ടുകൂടാ. വമൻ അളലമു മിമ്മൻ ഖതമ ഷഹാദത്തൻ ഇൻദഹു മിനല്ലാഹ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. അല്ലാഹുവിങ്കിൽ നിന്നുള്ള ഒരു സത്യത്തെ മറച്ചുവെക്കുന്നവനേക്കാൾ വലിയ അക്രമി മറ്റാരുണ്ട് എന്ന് ഖുർആൻ ചോദിക്കുന്നു. അതിനാൽ ഈ ഹിദായത്തിനെ അതിന്റെ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുക. ഖുർആനിന്റെ അടിത്തറകളിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിപ്പണിയുക, അത് നമ്മുടെ ദൗത്യമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അവിടെയാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ വിജയം കുടികൊള്ളുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് അവിടെ മാത്രമാണ്. പടച്ച തമ്പുരാന്റെ അതിമഹത്തായ ഈ അനുഗ്രഹത്തോട് ശുക്റുള്ളവരായി, നന്ദിയുള്ളവരായി തീരാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ വീടുകളെ ആ അടിസ്ഥാനത്തിൽ നമ്മൾ കെട്ടിപ്പടുക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റം ഇസ്ലാമികമായ മാറ്റമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന വിപ്ലവം ഇസ്ലാമിക വിപ്ലവമാണ്. ഇസ്ലാമിക മാറ്റത്തിന്റെ, ഇസ്ലാമിക വിപ്ലവത്തിന്റെ ചേരുവകൾ ചേരേണ്ട വിധത്തിൽ ചേരണം. അല്ലാഹുമായുള്ള ബന്ധം, പടച്ച തമ്പുരാനുമായുള്ള ബന്ധം, ഖുർആനുമായുള്ള ബന്ധം, ഇസ്ലാം കൽപ്പിക്കുന്ന നിർബന്ധമായ കാര്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം, വിശിഷ്യ നമസ്കാരത്തിന്റെ കാര്യത്തിൽ എന്റെ സഹോദരീ സഹോദരങ്ങൾ പ്രത്യേകമായി ജാഗ്രത കാണിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് താക്കീത് നൽകിയിട്ടുള്ള കാര്യമാണത്. ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയുഹാഫിള് അലാ ഹൗലാഇസ് സലാത്ത്, ഈ നമസ്കാരങ്ങളുടെ കാര്യത്തിൽ, 5 നേരത്തെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ ജാഗ്രത പാലിക്കട്ടെ.
നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ ജമാഅത്ത് നമസ്കാരങ്ങളിൽ ഉണ്ടാകണം. അവ്വലുമാ യുഹാസബുൽ അബ്ദു യൗമൽ ഖിയാമ അസ്സലാത്ത്. നാളെ പരലോകത്ത് ഒരടിമ വിചാരണ ചെയ്യപ്പെടുന്നത് ആദ്യത്തെ കാര്യം നമസ്കാരത്തിന്റെ കാര്യമാണ്. ചിട്ടയോടുകൂടി ജമാഅത്ത് നമസ്കാരങ്ങളിൽ നമ്മുടെ മക്കൾ പങ്കെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. വീടുകൾ അതിനുള്ള സജീവത പുലർത്തണം. മക്കൾ അതിന് പ്രേരിപ്പിക്കുന്നവരായിരിക്കണം. മാതാപിതാക്കൾ അതിന് മക്കളോടൊപ്പം അവരുണ്ടായിരിക്കണം. ആ കാര്യത്തിൽ നാം സജീവമായ ശ്രദ്ധ പുലർത്തേണ്ടുന്ന കാര്യമാണ്. ഒരു ഇസ്ലാമിക മഹല്ലിന്റെ അടിസ്ഥാനപരമായ ഉയർന്നു നിൽക്കുന്നതിന്റെ മൂല്യങ്ങളിൽ ഒന്നാണത്. അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർള് അഖാമുസ്സലാത്ത് വആതൗ സകാത്ത് വഅമറൂ ബിൽ മഅറൂഫ് വനഹൗ അനിൽ മുൻകർ വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ. ഇവർക്ക് ഭൂമിയിൽ അല്ലാഹു തആല ഒരിത്തിരി സൗകര്യം നൽകിയാൽ, ഭൂമിയിലൊന്ന് ഉറച്ചു നിൽക്കാനുള്ള ഒരവസ്ഥ അവർക്കുണ്ടായാൽ അവർ നമസ്കാരം അതിന്റെ ചൈതന്യത്തോടുകൂടി നടപ്പിലാക്കും. സകാത്ത് അതിന്റെ ചൈതന്യത്തോടുകൂടി നടപ്പിലാക്കും. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ജമാഅത്ത് നമസ്കാരങ്ങളുടെ കാര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പ്രത്യേകമായി ഒന്ന് പറയാനുള്ളത്, നിങ്ങൾ ജുമാ നമസ്കാരങ്ങളിൽ സജീവമായ പങ്കാളിത്തം വഹിക്കണം. ദീനുൽ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അതിന് ഇളവുണ്ട് എന്ന ഒരു ഇളവ് ഉപയോഗപ്പെടുത്തുന്നവരായി നമ്മൾ മാറരുത്. നമ്മുടെ മഹല്ലിൽ 4 ജുമാഅത്ത് പള്ളികളുണ്ട്. ജുമാഅത്ത് സ്ഥിരമായി പങ്കെടുക്കുന്ന സഹോദരിമാരും സ്ഥിരമായി പങ്കെടുക്കാത്ത സഹോദരിമാരും ജീവിതത്തിൽ തന്നെ പ്രത്യേകിച്ചും ദീനിന്റെ കാര്യങ്ങളിൽ അവർ വളരെ വളരെ അന്തരമുണ്ടായിരിക്കും. നിങ്ങൾ പങ്കെടുക്കുക മാത്രമല്ല, നമ്മുടെ മഹല്ലിലെ സഹോദരികൾ നിങ്ങളതിൽ പ്രത്യേകമായി പ്രേരിപ്പിച്ചു കൊണ്ടുവരണം. യഥാർത്ഥത്തിൽ നാം അത് കാണുന്നത് സ്ത്രീയുടെ ഒരു അവകാശം ആയിട്ടാണ്. സ്ത്രീക്ക് ഇസ്ലാം നൽകിയിട്ടുള്ള ഈ അവകാശത്തിനു നേരെ, അല്ലെങ്കിൽ ഈ അവകാശത്തിനെതിരിൽ ശക്തമായ നിലപാടുകളുള്ള ഒരു ലോകത്ത് നമ്മൾ പറഞ്ഞു, ജുമായിൽ സ്ത്രീകൾ പങ്കെടുക്കുക എന്നത് അതൊരു കർമ്മശാസ്ത്രപരമായ പ്രശ്നമല്ല, അത് സ്ത്രീകളുടെ അവകാശവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ആ രംഗം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ജുമാ നമസ്കാരങ്ങളിൽ, പ്രാർത്ഥനകളിൽ, ജുമാ ഖുതുബകളിൽ അത് ശ്രദ്ധിക്കുന്നിടത്ത്, അത് ജീവിതത്തിൽ നടപ്പിൽ വരുത്തുന്നിടത്ത്, അഥവാ ഇസ്ലാമികമായ ആവേശവും വീര്യവും ഉൾക്കൊള്ളുന്നിടത്ത് നാം മുൻപന്തിയിലുണ്ടായിരിക്കണം. ആ തലത്തിൽ എന്റെ സഹോദരിമാർ പ്രത്യേകമായി പരിഗണിക്കണം. വഅഖാമുസ്സലാത്ത് വആതൗ സകാത്ത്. സുപ്രധാനമായ രണ്ടാമത്തെ കാര്യമാണ്. ഇത് കളിതമാശയുടെ കാര്യമല്ല, ഇത് കാര്യഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ടുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ നമ്മുടെ റിപ്പോർട്ടിലൊക്കെ തൊട്ടും തലോടിയും ഒക്കെ കടന്നുപോയിട്ടുള്ള പ്രശ്നമുണ്ടല്ലോ, സകാത്തിന്റെ പ്രശ്നം. ഒരു വ്യവസ്ഥാപിത സംഘടിതമായ ഒരു മഹല്ലിൽ ഉണ്ടായിരിക്കെ, കാര്യക്ഷമമായി അത് നിർവഹിക്കാനുള്ള വ്യവസ്ഥകൾ ഉണ്ടായിരിക്കെ, അതുമായിട്ട് നമ്മുടെ സകാത്ത് ബന്ധിപ്പിക്കുന്നില്ല എങ്കിൽ എന്താണ് ഇസ്ലാമിൽ അതിനുള്ള കാഴ്ചപ്പാട്? നാം അത് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. സകാത്ത് ഞങ്ങൾ സ്വന്തമായി ഒറ്റക്കൊറ്റക്ക് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ ഒരു സംഘത്തോട് യുദ്ധം പ്രഖ്യാപിച്ച മഹാരഥന്മാരുടെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃക ഉൾക്കൊള്ളുന്നവരാണവർ. വല്ലാഹി ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസകാത്ത്. നമസ്കാരത്തിനും സകാത്തിനും ഇടയിൽ വിവേചനം കൽപ്പിച്ചവർക്കെതിരിൽ ഞാൻ യുദ്ധം നടത്തുക തന്നെ ചെയ്യും. മഹല്ലിന്റെ സകാത്ത് വിതരണ സംവിധാനങ്ങളിൽ കാര്യക്ഷമത പോരായെങ്കിൽ നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ കൂടിയിരുന്നു, നമ്മുടെ പണ്ഡിതന്മാർ കൂടിയാലോചിച്ച് മാക്സിമം അതിനെ എത്രത്തോളം നന്നാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് അവരാലോചിക്കേണ്ടതാണ്. അത് പോരാ എന്ന പരാതിയും അതോടൊപ്പം തന്നെ സകാത്ത് ബൈത്തുൽ മാലിൽ അടക്കുന്നിടത്ത് നാം വിമുഖത കാണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ഇസ്ലാമിന്റെ ചൈതന്യത്തിനു നിരക്കാത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ആ രംഗത്ത് നമ്മുടെ സജീവമായ ശ്രദ്ധ പതിയേണ്ടുന്ന ഒരു രംഗമാണ്. പ്രിയമുള്ളവരെ, നാം ഉയർത്തിപ്പിടിക്കുന്നത് ഇസ്ലാമിക സംസ്കാരമാണ്, ഇസ്ലാമികമായ മൂല്യങ്ങളാണ്. ആ ഇസ്ലാമിക സംസ്കാരത്തെ നമ്മുടെ സകലമാന രംഗങ്ങളിലും നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കണം. ചില സന്ദർഭങ്ങളിൽ ഇസ്ലാമിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുക, ഇസ്ലാമിക സംസ്കാരം വലിച്ചെറിയുക, ആഘോഷങ്ങളുടെ വേളകളിൽ, ഉത്സവങ്ങളുടെ വേളകളിൽ, ഉദാഹരണമായി വിവാഹ സന്ദർഭങ്ങളിൽ നല്ല അച്ചടക്കമുള്ള
നല്ല വ്യവസ്ഥാപിതമായ ദീനുള്ള ഇസ്ലാമിക കുടുംബങ്ങളിൽ വിവാഹം അങ്ങാകുമ്പോഴേക്ക് അത് പിന്നെ എങ്ങനെയുമായി തീരാം എന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇപ്പൊ ഒരു വിവാഹം പോയി 2 വിവാഹങ്ങളായി, ഒരു ദിവസം എന്നല്ല 2 ദിവസങ്ങളിലായി. പലപ്പോഴും അത് താന്തോന്നിത്തത്തിന്റെയും തോന്നിവാസത്തിന്റെയും മദ്യപാനത്തിന്റെയും ചീട്ടുകളിയുടെയും സ്ത്രീയും പുരുഷനും ഇടകലരുന്നതിന്റെയും ഇസ്ലാം വിലക്കിയതായി എന്തൊക്കെയുണ്ടോ അതിന്റെയൊക്കെ കേന്ദ്രങ്ങളായി അവസരങ്ങളായി അത് മാറുന്നുണ്ട്. എങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പോലും നമ്മുടെ സംസ്കാരവുമായി ഒരു നിലക്കും ഒത്തുപോകാത്തതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. നിങ്ങളതിനെ തിരുത്തിയേ പറ്റൂ. നാം അതൊരിക്കലും അനുവദിച്ചു കൊടുത്തുകൂടാ. ചുറ്റുപാടുകൾ മാലിന്യത്തിന്റെ ജലപ്രവാഹമാണ്, മലിന ജലപ്രവാഹമാണ്. ആളുകൾ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഒഴുകുന്നത് പോലെ മാലിന്യ കുമ്പാരങ്ങളിലെ ചണ്ടിചവറുകളായി ചപ്പുചവറുകളായി ഒഴുകിത്തീരാനുള്ളതല്ല നമ്മുടെ ജീവിതമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എല്ലാ സന്ദർഭങ്ങളിലും ഇസ്ലാമിന്റെ മൂല്യങ്ങളെ, ഇസ്ലാമിക സംസ്കാരത്തെ മുറുകെ പിടിക്കുവാൻ, അതിന്റെ കാവലാളുകളായി തീരുവാൻ നമുക്ക് സാധിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എന്റെ മാതാക്കൾ ആ രംഗത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. പിതാക്കളും ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബം അതിന് ശ്രദ്ധിക്കണം. നമ്മുടെ ഉത്സവവേളകൾ, ആഘോഷവേളകൾ നാളെ പരലോകത്ത് വരാത്ത ഒന്നല്ല. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിങ്ങളുടെ ഒരു വാക്ക്, നിങ്ങളുടെ ഒരു വാചകം, അതൊക്കെ റഖീബ് അതീദ് രേഖപ്പെടുത്തുന്നുണ്ടോ? നാളെ മഹ്ശറയിൽ നിങ്ങൾ വിവാഹത്തിന്റെ സ്ക്രീൻ തെളിയാൻ പോകുന്നുണ്ടോ? ഭൂമി അതിന്റെ വിവരങ്ങൾ പറയാൻ പോകുന്നുണ്ടോ? എല്ലാ രഹസ്യങ്ങളും പുറത്തു വരാൻ പോകുന്ന ഒരു നാളിൽ എന്റെ ആഘോഷവേളകൾ എങ്ങനെയുമായി തീരാമെന്ന ഒരവസ്ഥ നമുക്ക്, പ്രത്യേകിച്ചും ഒരു ഇസ്ലാമിക മാതൃകാ മഹല്ലിൽ അങ്ങനെയൊന്നും നമുക്ക് സങ്കല്പിക്കുക സാധ്യമല്ല. എന്റെ സഹോദരിമാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ആ രംഗത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. പ്രത്യേകമായ ഒരു ശ്രദ്ധ അവിടെ നമുക്കുണ്ടാകണം. പരിസരങ്ങൾ എങ്ങനെയാണ്, നമ്മുടെ ചുറ്റുപാട്